പാരീസ് ഈ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മധുരമുള്ള മിഠായികളാണ്. എന്നാൽ ഈ മിഠായികൾക്ക് പിന്നിൽ നൂറ്റാണ്ടുകളുടെ വലിയ ഒരു ചരിത്രമുണ്ട്. പഞ്ചസാര നിർമ്മാണത്തിൽ തുടങ്ങി ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സ്ഥാപനമാണിത്. തോമസ് പാരി എന്ന ഒരു വിദേശിയുടെ സ്വപ്നങ്ങളിൽ നിന്നാണ് ഈ വലിയ വ്യവസായം പിറവിയെടുത്തത്. ഈ ചരിത്രം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. തോമസ് പാരി 1768 ഇംഗ്ലണ്ടിൽ ജനിച്ചു. വെൽഷ്പൂൾ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ എഡ്വേർഡ് പാരി വലിയ ഒരു കർഷകനായിരുന്നു. അമ്മയുടെ പേര് ആൻവോൺ എന്നായിരുന്നു. 8 മക്കളിൽ ഏഴാമനായിരുന്നു തോമസ്. തോമസിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. പിന്നീട് അദ്ദേഹം ലണ്ടനിലുള്ള തന്റെ ബന്ധുക്കളുടെ കൂടെ വ്യാപാരം പഠിച്ചു. തന്റെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. 1788 മാർച്ച് 4-ന് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ കയറി. 110 ദിവസത്തെ നീണ്ട കപ്പൽ യാത്രയായിരുന്നു അത്. 1788 ജൂൺ 27-ന് അദ്ദേഹം മദ്രാസിൽ, ഇന്നത്തെ ചെന്നൈയിൽ എത്തിച്ചേർന്നു. അന്നത്തെ കാലത്ത് മദ്രാസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. മദ്രാസിലെത്തിയ ഉടനെ അദ്ദേഹം വ്യാപാരം തുടങ്ങാൻ തീരുമാനിച്ചു. 1788 ജൂലൈ 17-ന് അദ്ദേഹം തന്റെ ആദ്യത്തെ വ്യാപാര സ്ഥാപനം തുടങ്ങി. ബാങ്കിംഗ് ഇടപാടുകളായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് സാധനങ്ങൾ വിൽക്കാനും തുടങ്ങി. 1789 ഫെബ്രുവരി 12-ന് അദ്ദേഹത്തിന് സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാൻ ഗവർണറുടെ പ്രത്യേക അനുമതി ലഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണങ്ങളില്ലാതെ വ്യാപാരം ചെയ്യാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു. 1789 നവംബർ 1-ന് അദ്ദേഹം തോമസ് ചേസ് എന്ന ആളുമായി ചേർന്ന് പുതിയ ഒരു സംരംഭം തുടങ്ങി. ഇതിന് ചേസ് ആൻഡ് പാരി എന്ന് പേര് നൽകി. 1790-ൽ ഹെൻറി സെവൽ എന്നൊരാൾ കൂടി ഈ കമ്പനിയുടെ ഭാഗമായി. അവർ ഒന്നിച്ച് തുകൽ വ്യവസായത്തിലേക്ക് കടന്നു. ഇതിനായി അവർ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ബിസിനസ് വളരെ വേഗത്തിൽ വളർന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് ആവശ്യമായ ബൂട്ടുകൾ അവർ നിർമ്മിച്ചു നൽകി. 100 ജോഡി ബൂട്ടുകൾ അവർ സൈന്യത്തിന് വിറ്റതിന്റെ രേഖകൾ ചരിത്രത്തിലുണ്ട്. 1794-ൽ അദ്ദേഹം മേരി പിയേഴ്സ് എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് എലീസ എന്നും ജോൺ എന്നും 2 കുട്ടികളുണ്ടായി. എന്നാൽ ആ 2 കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. 1795-ൽ അദ്ദേഹം തോമസ് പാരി ആൻഡ് കമ്പനി എന്ന പേരിൽ പുതിയ ബിസിനസ് തുടങ്ങി. 1796-ൽ അദ്ദേഹം പാരീസ് കാസിൽ എന്ന പേരിൽ വലിയ ഒരു വീട് നിർമ്മിച്ചു. 1803-ൽ ചെന്നൈ നഗരത്തിൽ അദ്ദേഹം പുതിയ ഒരു ഓഫീസ് തുറന്നു. ഈ സ്ഥലം പിന്നീട് പാരീസ് കോർണർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്നും ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് പാരീസ് കോർണർ. 1819-ൽ അദ്ദേഹം ജോൺ വില്യം ഡയർ എന്ന ആളുമായി ഒരു പുതിയ കൂട്ടുകെട്ടുണ്ടാക്കി. ഈ പുതിയ കമ്പനിക്ക് പാരി ആൻഡ് ഡയർ എന്ന് പേര് നൽകി. 1824 ഓഗസ്റ്റ് മാസത്തിൽ കോളറ രോഗം ബാധിച്ച് തോമസ് പാരി മരിച്ചു. എങ്കിലും അദ്ദേഹം തുടങ്ങിയ കമ്പനി ജോൺ വില്യം ഡയറിന്റെ കീഴിൽ സുരക്ഷിതമായിരുന്നു. ഇവർ 2 പേരുടെയും ഓർമ്മയ്ക്കായി ഡയർ ഹൗസ് എന്ന പേരിൽ വലിയ ഒരു കെട്ടിടം പിന്നീട് ചെന്നൈയിൽ നിർമ്മിച്ചു. ഇന്നും കമ്പനിയുടെ പ്രധാന ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. തോമസ് പാരിയുടെ മരണത്തിന് ശേഷം കമ്പനി പുതിയ മേഖലകളിലേക്ക് കടന്നു. 1842-ൽ കമ്പനി പഞ്ചസാര നിർമ്മാണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ നെല്ലിക്കുപ്പത്താണ് അവർ തങ്ങളുടെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പഞ്ചസാര ഫാക്ടറി ആയിരുന്നു ഇത്. കരിമ്പിൽ നിന്നും ഉയർന്ന ഗുണനിലവാരമുള്ള പഞ്ചസാര അവർ ഉൽപ്പാദിപ്പിച്ചു. 1843-ൽ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്റ്റിലറി അവിടെ ആരംഭിച്ചു. പിന്നീട് 1897-ൽ ഈസ്റ്റ് ഇന്ത്യ ഡിസ്റ്റിലറീസ് ആൻഡ് ഷുഗർ ഫാക്ടറീസ് എന്ന പേരിൽ പുതിയ ഒരു കമ്പനി രൂപീകരിച്ചു. ഇതാണ് പിന്നീട് EID പാരി എന്ന പേരിൽ അറിയപ്പെട്ടത്. കമ്പനി രാസവളങ്ങളുടെ നിർമ്മാണത്തിലേക്കും പിന്നീട് തിരിഞ്ഞു. 1906-ൽ തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ അവർ ഒരു വലിയ വളം ഫാക്ടറി സ്ഥാപിച്ചു. രാസവളങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് വലിയ ഭരണികൾ ആവശ്യമായി വന്നു. ഇതിനായി 1908-ൽ അവർ സെറാമിക് വ്യവസായവും അവിടെ തുടങ്ങി. പോട്ടറി എന്നായിരുന്നു ഈ ഫാക്ടറിയുടെ പേര്. ഇത് പിന്നീട് 1952-ൽ പാരിവെയർ എന്ന പേരിൽ വളരെ പ്രശസ്തമായി മാറി. ഇങ്ങനെ പഞ്ചസാരയ്ക്ക് പുറമെ പല മേഖലകളിലും കമ്പനി വൻ വിജയം നേടി. പഞ്ചസാര വ്യവസായത്തിലെ വലിയ വിജയത്തിന് ശേഷം കമ്പനി മിഠായി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. 1914-ലാണ് പാരീസ് കമ്പനി തങ്ങളുടെ ആദ്യത്തെ മിഠായി ഫാക്ടറി സ്ഥാപിച്ചത്. നെല്ലിക്കുപ്പത്തുള്ള പഞ്ചസാര ഫാക്ടറിക്ക് സമീപം തന്നെയായിരുന്നു ഇതും തുടങ്ങിയത്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര മിഠായി നിർമ്മാണത്തിന് അവർ ഉപയോഗിച്ചു. ഹാരി ഡൊണവൻ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു ഈ ഫാക്ടറിയുടെ പ്രധാന ചുമതലക്കാരൻ. അദ്ദേഹം വളരെ മികച്ച ഒരു മിഠായി നിർമ്മാതാവായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായിയായി ജോർജ് ഇംഗ്ലീഷ് എന്ന ആളും ഉണ്ടായിരുന്നു. ഇവരുടെ കഴിവിൽ ഫാക്ടറി വലിയ വിജയമായി മാറി. തുടക്കത്തിൽ 100-ലധികം വ്യത്യസ്ത തരം മിഠായികൾ കമ്പനി നിർമ്മിച്ചു. ഇതിൽ ചോക്ലേറ്റുകൾ, ടോഫികൾ, ജെല്ലികൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. പാരീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ മിഠായികൾ വളരെ വേഗം ജനപ്രിയമായി. ഇന്ത്യയിലെ ആദ്യത്തെ മികച്ച മിഠായി ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി. കുട്ടികൾ ഈ മിഠായികളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ കമ്പനി വളരെ കൃത്യമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. മൊയ്തീൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. വളരെ മികച്ച രീതിയിലുള്ള പാക്കിംഗ് അവർ മിഠായികൾക്ക് നൽകി. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കടകളിൽ പുതിയ മിഠായികൾ എത്തിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. മിഠായികളുടെ രുചി നഷ്ടപ്പെടാതെ നോക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. മിഠായികളുടെ വില നിശ്ചയിക്കുന്നതിലും അവർ പുതിയ രീതികൾ കൊണ്ടുവന്നു. ഒരു നാണയത്തിന് ഒരു മിഠായി എന്ന രീതിയിലായിരുന്നു വിൽപ്പന.
വ്യാപാരികൾക്ക് 20 മുതൽ 25% വരെ ലാഭം ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇത് ക്രമീകരിച്ചത്. ഇത് സാധാരണക്കാർക്കും കച്ചവടക്കാർക്കും വലിയ സന്തോഷം നൽകി. പാരീസ് കോഫി ബൈറ്റ് എന്ന മിഠായി ഇന്ത്യ മുഴുവൻ വലിയ തരംഗമായി മാറി. അതുപോലെ ലാക്ടോ കിങ്, കോക്കനട്ട് പഞ്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും വിപണിയിൽ വലിയ വിജയം നേടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച മിഠായി ബ്രാൻഡായി പാരീസ് വളർന്നു. വടക്കേ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളായ മോർട്ടൺ, റാവൽഗാവ് എന്നിവർക്ക് പോലും പാരീസ് ഒരു വലിയ എതിരാളിയായി മാറി. കുറച്ചു കാലത്തിന് ശേഷം ന്യൂട്രിൻ എന്ന പുതിയ കമ്പനി ദക്ഷിണേന്ത്യയിൽ വന്നു. അവർ കുറഞ്ഞ വിലയിൽ മിഠായികൾ വിറ്റു. ഇതിനെ നേരിടാൻ മൊയ്തീൻ ഡെക്കാൻ സ്വീറ്റ്സ് എന്ന പേരിൽ പുതിയ മിഠായികൾ കുറഞ്ഞ വിലയിൽ പുറത്തിറക്കി. ഇത് കമ്പനിയുടെ വലിയ ഒരു വിജയതന്ത്രമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ കമ്പനിയുടെ നടത്തിപ്പിൽ പല മാറ്റങ്ങളും ഉണ്ടായി. 1960-കൾക്ക് ശേഷം കമ്പനിക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഈ സമയത്താണ് മുരുകപ്പ ഗ്രൂപ്പ് ഈ കമ്പനിയിൽ താൽപര്യം കാണിച്ചത്. മുരുകപ്പ ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ ഒന്നാണ്. 1898-ൽ ബർമയിൽ ആരംഭിച്ച ഈ ഗ്രൂപ്പ് പിന്നീട് ഇന്ത്യയിൽ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. 1981-ൽ മുരുകപ്പ ഗ്രൂപ്പ് EID പാരി കമ്പനിയെ പൂർണ്ണമായും ഏറ്റെടുത്തു. ഇത് പാരീസ് കമ്പനിയുടെ ചരിത്രത്തിലെ വലിയ ഒരു മാറ്റമായിരുന്നു. മുരുകപ്പ ഗ്രൂപ്പിന്റെ വരവോടെ കമ്പനി വീണ്ടും ശക്തമായി. അവർ പാരീസ് മിഠായികളുടെ പരസ്യങ്ങൾ ടെലിവിഷനുകളിലൂടെ ഇന്ത്യ മുഴുവൻ എത്തിച്ചു. കോഫി ബൈറ്റ് മിഠായിയുടെ പരസ്യങ്ങൾ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കമ്പനിയുടെ ലാഭം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ 1990-കൾക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ മിഠായി കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. പുതിയ ഉൽപ്പന്നങ്ങളും വലിയ പരസ്യങ്ങളും അവർ ഇറക്കി. ഇവരോട് മത്സരിക്കാൻ വലിയ തുക ചിലവാക്കേണ്ടി വന്നു. പ്രധാന വ്യവസായം അല്ലാത്തതിനാൽ മിഠായി ബിസിനസ് വിൽക്കാൻ മുരുകപ്പ ഗ്രൂപ്പ് തീരുമാനിച്ചു. ഈ സമയത്താണ് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ലോട്ടെ കൺഫെക്ഷണറി ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചത്. ലോട്ടെ ലോകത്തിലെ തന്നെ വലിയ ഒരു മിഠായി നിർമ്മാണ കമ്പനിയാണ്. അവർ പാരീസ് കമ്പനിയെ വാങ്ങാൻ തയ്യാറായി. 2004 ജനുവരി 16-ന് ഇന്ത്യയിലെ വലിയ ബിസിനസ് ഇടപാടുകളിൽ ഒന്ന് നടന്നു. മുരുകപ്പ ഗ്രൂപ്പും ലോട്ടെ കമ്പനിയും തമ്മിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവെച്ചു. മുരുകപ്പ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന പാരീസ് കൺഫെക്ഷണറിയുടെ 60.39% ഓഹരികൾ ലോട്ടെ കമ്പനിക്ക് നൽകി. ഒരു ഓഹരിക്ക് 283.12 രൂപ എന്ന നിരക്കിലായിരുന്നു ഈ വിൽപ്പന നടന്നത്. ഈ ഇടപാടിലൂടെ മുരുകപ്പ ഗ്രൂപ്പിന് മൊത്തം 64.48 കോടി രൂപ ലഭിച്ചു. ഇതിനായി 21.36 കോടി രൂപ കൂടി അവർ മാറ്റിവെച്ചു. അങ്ങനെ പാരീസ് കൺഫെക്ഷണറി കൊറിയൻ കമ്പനിയായ ലോട്ടെയുടെ സ്വന്തമായി. വിദേശ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ 4.91% വ്യക്തികളുടെ കയ്യിൽ 34.70% ഓഹരികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലോട്ടെ കമ്പനി പതിയെ സ്വന്തമാക്കി. ഈ ഏറ്റെടുക്കൽ ഇന്ത്യൻ വ്യവസായ ലോകത്ത് വലിയ വാർത്തയായി മാറി. MV സുബ്ബയ്യ ആയിരുന്നു അന്ന് പാരീസ് കൺഫെക്ഷണറിയുടെ ചെയർമാൻ. ലോട്ടെ കമ്പനി ഏറ്റെടുത്തതോടെ കമ്പനിയുടെ പേര് ലോട്ടെ ഇന്ത്യ എന്നായി മാറി. എങ്കിലും പാരീസ് എന്ന പഴയ ബ്രാൻഡ് പേര് അവർ കളഞ്ഞില്ല. കാരണം പാരീസ് എന്ന പേരിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ വലിയ ഒരു സ്ഥാനമുണ്ടായിരുന്നു. പാരീസ് കോഫി ബൈറ്റ് പോലുള്ള ജനപ്രിയ മിഠായികൾ ലോട്ടെ കമ്പനി ഇന്നും അതേ പേരിൽ വിപണിയിൽ ഇറക്കുന്നുണ്ട്. പാരീസ് എന്ന പേര് ഉപയോഗിക്കുന്നതിന് ലോട്ടെ കമ്പനി ഒരു തുക നൽകുന്നുണ്ട്. EID പാരിക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ റോയൽറ്റിയായി ലോട്ടെ കമ്പനി നൽകണം. ഇത് അവരുടെ കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥയായിരുന്നു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലോട്ടെ കമ്പനി മിഠായികളുടെ ഗുണനിലവാരം വീണ്ടും വർദ്ധിപ്പിച്ചു. ലോട്ടെ ചോക്കോപൈ പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങളും അവർ ഇന്ത്യയിൽ എത്തിച്ചു. എന്നാലും പാരീസ് മിഠായികൾക്കുള്ള സ്ഥാനം എപ്പോഴും വേറിട്ടതായിരുന്നു. വെറും ഒരു മിഠായി എന്നതിലുപരി പാരീസ് എന്നത് ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്. കുട്ടിക്കാലത്തെ മധുരിക്കുന്ന ഓർമ്മകളിൽ പാരീസ് മിഠായികൾക്ക് എപ്പോഴും വലിയൊരു സ്ഥാനമുണ്ട്. 1788-ൽ തോമസ് പാരി തുടങ്ങിയ ഒരു ചെറിയ വ്യാപാര സ്ഥാപനമാണ് ഇത്രയും വലിയ മാറ്റങ്ങൾക്ക് കാരണമായത്. ഇന്ന് EID പാരി ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചസാര നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിക്ക് ഇന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ 7 പഞ്ചസാര ഫാക്ടറികളുണ്ട്. അവർ പ്രതിദിനം 32,500 ടൺ കരിമ്പ് പ്രോസസ് ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷത്തോളം കർഷകരുടെ ജീവിതം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 2023-ലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ വരുമാനം 4,500 കോടി രൂപയാണ്. 235 വർഷത്തെ വലിയ ചരിത്രമാണ് പാരീസ് എന്ന പേരിന് പിന്നിലുള്ളത്. ഒരു വിദേശി ഇന്ത്യയിൽ വന്നു തുടങ്ങിയ കമ്പനി പിന്നീട് ഇന്ത്യയുടെ സ്വന്തമായി മാറി. മിഠായി ബിസിനസ് പിന്നീട് ഒരു വിദേശ കമ്പനിക്ക് തന്നെ കൈമാറി. എങ്കിലും പാരീസ് എന്ന ആ വലിയ പേര് ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഈ ചരിത്രം ഒരു ബിസിനസ് പാഠം മാത്രമല്ല, ഇന്ത്യയുടെ വ്യവസായ വളർച്ചയുടെ നേർചിത്രം കൂടിയാണ്. മിഠായികളുടെ മധുരത്തിനൊപ്പം ഈ ചരിത്രവും എക്കാലവും ഓർമ്മിക്കപ്പെടും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.